ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയാണ്. ഇതിന് മുന്നേ നമ്മൾ വെജ് മോമോസ് അതിൻ്റെ ചട്നിയുടെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ട് ഒത്തിരി പേര് ഉണ്ടാക്കി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നല്ല നോക്കാം. ഒരു ബൗളിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് 240 ml കപ്പിന് ഒരു കപ്പ് മൈദയാണ്. ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടർ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ വെള്ളം എപ്പോഴും കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആകുന്ന പാകത്തിൽ വേണം മാവിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ മാവ് ഇപ്പം വെള്ളത്തിൻ്റെ അളവൊന്നും കൂടുതലില്ല, നല്ല കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ മോമോസ് ആണല്ലോ ചെയ്യുന്നത്. ഞാൻ വളരെ കുറഞ്ഞൊരളവിൽ മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. എല്ലില്ലാത്ത ചിക്കൻ ജസ്റ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ടേക്ക് ഒരു ചെറിയ സവാള, വളരെ ചെറിയൊരു സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മല്ലിയില. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ചിക്കൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. അതുപോലെ സവാളയും മല്ലിയിലൊക്കെ അതിനനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ്. സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗവും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ബൾബ് പോർഷൻ ഉണ്ടല്ലോ, അത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വെള്ള ഭാഗവും ആ പച്ച കളറുള്ള ഭാഗവും രണ്ടും മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടി ഒരുമിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഡാർക്ക് സോയാ സോസ് 1 ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നിങ്ങളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ സോയാ സോസിൻ്റെയോ അതല്ലെങ്കിൽ ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ഉപയോഗിക്കാവുന്നതാണ്. കുരുമുളക് പൊടി ഞാൻ കുറച്ചധികമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു 1.5 ടീസ്പൂണോളം ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോരുത്തർക്കും ചിലർക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമായിരിക്കും, ചിലർക്ക് സ്പൈസി വേണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള മാവ് ഇപ്പോൾ കണ്ടോ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി ഇതുപോലെ നമുക്ക് ഓരോ ചെറിയ ബൗളായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഓരോന്നും നമ്മൾ ഇതുപോലെ കുറച്ച് പൊടിയൊന്ന് മൈദ വെതറി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അത്യാവശ്യം കനം കുറഞ്ഞ് പരത്തിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ നല്ല കനം കുറഞ്ഞ് അതിനകത്ത് ഫില്ലിങ്സ് ഒക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ. പിന്നെ ഈ അധികം വരുന്ന പൊടിയൊക്കെ കൈകൊണ്ടൊന്ന് തട്ടിക്കളയാം കേട്ടോ. കണ്ടോ, ഒട്ടും തന്നെ പൊടിയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുള്ളത്. ഇനി ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഒത്തിരി ഓവറായിട്ട് ഫില്ലിങ്സ് നമ്മൾ വെച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടി അങ്ങ് പുറത്തോട്ട് വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യാം കേട്ടോ. അതായത് മോമോസ് പല രീതിയിൽ സെർവ് ചെയ്യാറുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യാം. നമ്മൾ സാധാരണ മടക്ക് വടയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ, കണ്ണൂർ സ്നാക്ക് മടക്ക് വടയൊക്കെ ചെയ്ത ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റായിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരളവിലാണ് നിങ്ങൾക്ക് കിട്ടുക 1 കപ്പ് വെച്ച് ചെയ്യുവാണെങ്കിൽ. ഇനി ഇഡ്ഡലി തട്ടിനകത്ത് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ മോമോസും ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു 20-25 മിനിറ്റൊക്കെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വരും. ആ ചിക്കൻ വെന്ത് കിട്ടാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിനടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 30 മിനിറ്റ് വെച്ച് വെക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂടോടെ നമ്മുടെ മോമോസ് സെർവ് ചെയ്യുമ്പോഴാണ് അടിപൊളി. അപ്പോൾ ഞാൻ ഇന്ന് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചട്നിക്ക് പകരം മയോണൈസ് സോസൊക്കെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാമെന്ന്. തീർച്ചയായിട്ടും നല്ല കോമ്പിനേഷൻ തന്നെയാണ് മയോണൈസും സോസൊക്കെ. പിന്നെ ചട്നിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വെജ് മോമോസിൽ നമ്മൾ ചട്നിയുടെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ചിക്കൻ മോമോസ് ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുള്ളത്. ചുമ്മാ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.